ഇപ്പം ഈ വീഡിയോയിൽ നിഫ്റ്റിയുടെ മാത്രമേ അനാലിസിസ് ചെയ്യുള്ളൂ ഞാൻ. സോ നിഫ്റ്റിയുടെ നാളത്തെ അനാലിസിസ് ആണ് ഓൺലി ജസ്റ്റ് ഫോർ ലേണിംഗ് പർപ്പസ്. നിഫ്റ്റി നമ്മൾ നോക്കുവാണെങ്കിൽ നിഫ്റ്റി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഇതാന്ന്. നിഫ്റ്റി എ ആൻഡ് ബി സി ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോവാണ്. ഇത് എ ബി സി ആയിട്ട് മുകളിലേക്ക് പോവുകയാണ്. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാകും. ഞാൻ പറഞ്ഞായിരുന്നു, ഐ തിങ്ക് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞായിരുന്നു, ഈ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കൺഫ്യൂസ് ഉണ്ടാകും. എ ബി സി സ്ട്രക്ചറിൽ കൺഫ്യൂസ് ചെയ്യും. സൈഡ് വേസ് ടു അങ്ങനെ മീൻസ് അപ്പ് ആൻഡ് ഡൗൺ കളിച്ചുകൊണ്ടിരിക്കും ടിൽ 81.20% വരെ, 24,400 വരെ. 260 അബവ് പോവുകയാണെങ്കിൽ മാത്രമേ 400 ചിന്തിക്കാവുള്ളൂ, റൈറ്റ്? 260 അബവ് പോവുകയാണെങ്കിൽ മാത്രമേ 400, അല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ ടൈം പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഫിഫ്ത്തിൻ്റെ സ്റ്റാർട്ടിങ് ഒന്നും ആയിട്ടില്ല. ഫിഫ്ത്തിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു ഇപ്പോൾ പറയാം 81.20% ടച്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിന് അബവ് പോകണം. അപ്പോഴേ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് മീൻസ് ഫിഫ്ത്ത് ആണ്. അതുവരെ ഫിഫ്ത്ത് അല്ല, ഫോർത്ത് തന്നെ മാത്രമേ പറയാവുള്ളൂ. ഓക്കെ, അതുവരെ ഇത് ഫുൾ ഫോർത്ത് ആണ്, റൈറ്റ്? സോ 24,400 അബവ് ഇത് ടച്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിന് അബവ് പോകണം ഫോർ ഫിഫ്ത്ത് ഡിസ്കഷൻ. അല്ലെങ്കിൽ ഫിഫ്ത്ത് ഡിസ്കഷൻ ഇവിടെ ഇല്ല. ഓക്കെ, ഐ തിങ്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ സ്മോൾ സ്ട്രക്ചർ റീഡ് ചെയ്യാം. എ ബി സി ആയിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, എ ബി സി ആയിട്ട് നമ്മൾ ഈ സ്ട്രക്ചർ റീഡ് ചെയ്യുന്നുണ്ട്. എ ബി സി സിയുടെ 1 2 3 4 5 ആയോ ഇല്ലയെന്ന് അത് നോക്കാനാണെങ്കിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ വരിക. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മൾ വരുവാണെങ്കിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ ദ പ്രൈസ് എ ബി സിയുടെ 1 2 ഇത് 1 2 ആണ്. ഇത് കുറച്ച് കമൻറ്റ് സെക്ഷനിൽ 2-3 പേര് കമൻറ്റ് ചെയ്തായിരുന്നു. ഞാൻ പറയാം, ഇത് 1 2 3 4 5 ആയിട്ടാണ് അവരെല്ലാവരും കൂടി കൗണ്ട് ചെയ്യുന്നത്. ഐ തിങ്ക് ഇതാണ് 1 2 3 4 5. ഓക്കെ, ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്. ഇത് 5 സംഭവം ഉണ്ടല്ലോ, ഇത് 5 കൗണ്ട് ചെയ്യാൻ പറ്റില്ല. റൂൾ എപ്പോഴും ശ്രദ്ധിക്കുക. റൂൾ എന്താ പറയണേ, ഇത് ഹൈ എപ്പോഴും കൂട്ടാൻ പറ്റും. ഹൈ ആയിട്ട് ഇത് കൂട്ടാനാണെങ്കിൽ, ഇൻ കേസ് നിങ്ങൾ ഫിഫ്ത്ത് എന്ന് പറയണു, ഫിഫ്ത്ത് പറയുകയാണെങ്കിൽ ഇത് മിനിമം 127% ആ റേഷ്യോ ടച്ച് ചെയ്യണമല്ലോ. അത് ഇതേവിടെ മിനിമം ടച്ച് ചെയ്യുന്നില്ലല്ലോ. അതാണ് മിനിമം 127.20% ആ റേഷ്യോ ടച്ച് ചെയ്യണം. ന്യൂ ഹൈ കൗണ്ട് ചെയ്യാനാണെങ്കിൽ ഓർ ഫിഫ്ത്ത് കൗണ്ട് ചെയ്യണം, എന്തെങ്കിലും ഒരു ഹൈ നമുക്ക് നെക്സ്റ്റ് ഹയർ ഹൈ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ആസ് പെർ പ്രൈസ് ആക്ഷൻ അത് 127% ടച്ച് ചെയ്യണം. ഇത് എന്ത് ചെയ്തു, എക്സാക്ട്ലി 111% ടച്ച് ചെയ്തിട്ട് താഴേക്ക് വന്നു. ദാറ്റ് മീൻസ് അത് ഡബിൾ ടോപ്പാണ്, ഓർ അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്ടാണ്. ഏത് ഈ ഫോർത്തിൻ്റെ പാർട്ട് തന്നെയാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ഫോർത്തിൻ്റെ പാർട്ട്, ഓർ അല്ലെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ഇത് എ, ഇത് ബി ആൻഡ് സി. സിയുടെ 1 ഇത് ഫുൾ 2 മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് ഫുൾ 2 3 സിയുടെ 1 സിയുടെ 2 ഇത് ദെൻ 3 4 5 പെൻഡിങ് ആണെന്ന് പറയാം. ഓക്കെ, ഞാനിപ്പോൾ എങ്ങനെ റീഡ് ചെയ്യണത് ഞാനത് പറഞ്ഞു തരാം ഇപ്പോൾ. ഓക്കെ, വാട്ട് ഐ ഫീൽ. സോ എനിക്ക് തോന്നുന്നത് എന്താണ് മാർക്കറ്റ്, ഞാൻ എക്സ്പെർ ഫുൾ റൂൾ പറയാം. എക്സ്പെർ റൂൾ എനിക്ക് എന്താ തോന്നുന്നത് ഇതിനകത്ത്. ഓക്കെ, ഐ തിങ്ക് സോ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 1 ആണ്, ഇത് 2 ആണ്. ഞാൻ ക്ലിയർ റീസൺ പറയാം കേട്ടോ, അപ്പോഴേ ഇത് ക്ലിയർ ആവുള്ളൂ. ഇത് 3 ആണ്, സ്റ്റിൽ ഫുൾ ഫോർത്ത് ആണ്. ഓക്കെ, സ്റ്റിൽ ഫുൾ ഫോർത്ത് ആണ് ആൻഡ് ഫിഫ്ത്ത് പെൻഡിങ് ആണ്. ഓക്കെ, ആ ഫിഫ്ത്ത് ഈ മിനിമം ഈ ഫിഫ്ത്ത് എപ്പോൾ കൗണ്ട് ചെയ്യാമോ, ഈ 1 2 3 4 5 എപ്പോഴും കൗണ്ട് ചെയ്യാൻ പറ്റും. ഇത് മിനിമം 23,400 പോകണം മിനിമം. 81.20% ആ റേഷ്യോ മിനിമം എത്ര പോകണം, അല്ലെങ്കിൽ 100% 111% അബവ് പോയാലേ ഇത് നമുക്ക് പെർഫെക്റ്റ് 1 2 3 4 5 ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, റീസൺ എന്താണ് ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും ഒരു ലോജിക് ഉണ്ട്. വിതൗട്ട് ലോജിക് ഞാൻ ഇവിടെ ഡിസ്കഷൻ ചെയ്യാറില്ല. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ 2 ഡേ ഫോൾ എത്രയാണെന്ന് നോക്കുക. 2 ഡേ ഫോൾ എത്രയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് 200 സംതിങ് പോയിൻറ്റ്സ്. ഓക്കെ, 215 സംതിങ്. ഇവിടെ നിന്ന് നോക്കുക, ഇത് എത്രയാണ്, 230 പോയിൻറ്റ് സംതിങ്. ഓക്കെ, 200 സംതിങ് അല്ലേ ഉള്ളൂ. കണ്ട, ഇതാണ് ഓൾമോസ്റ്റ് സിമിലാരിറ്റി. ഓക്കെ, ഫോർത്തിൻ്റെ ഇത് നമ്മൾ ഹൈ ആയിട്ട് കൂട്ടുന്നില്ല. ഈ ഹൈ നിങ്ങൾ ഇപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു ഹൈ, ഇത് ഹൈ ആയിട്ട്, ഇത് നമുക്ക് ഹൈ ആയിട്ട് കൂട്ടാൻ പറ്റില്ല, ഡബിൾ ടോപ്പ് ആയിട്ട്. ദാറ്റ് മീൻസ് ഇത് ഇവിടെ തേർഡ് തന്നെയാണ് ഫുൾ പറയാം, ഓർ ഫോർത്തിൻ്റെ എ ബി സി എന്ന് പറയാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ ഇത്തിരി തിരക്കെന്ന് പറഞ്ഞാൽ ഇത്തിരി ടെൻഷനിലാണ് ഞാൻ. ഇത് എ, ഇത് ബി ആൻഡ് സി ആയിട്ട്. ഓക്കെ, ഇത് എ ബി സി ആയിട്ട്, ദാറ്റ് മീൻസ് ഫോർത്തിൻ്റെ എ ബി സി ആയിട്ട് എന്ന് പറഞ്ഞാൽ കൂട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതാണ് മേ ബി ഇത് ഫോർത്ത് ആണെന്ന് പറയാം. ആൻഡ് ദെൻ ഫിഫ്ത്ത് സ്റ്റാർട്ട് ആയിട്ടില്ല. ആൻഡ് ഫോർത്ത് ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 50%, സോറി ഈ ഹൈ അല്ല, ഈ ഹൈ ആണ് നമ്മൾ കേട്ടോ.
ഈ ഹൈയിൽ വേണം വെക്കാൻ. ഇവിടുത്തെ ഈ ഒരു ഹൈ ശ്രദ്ധിക്കുക, 24,230 ഇതാണ് ഹൈ. മറ്റേത് നമുക്ക് ഹൈ ആയിട്ട് കൂട്ടാൻ പറ്റില്ല. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് എക്സാക്ട്ലി എവിടെ റെസ്പെക്ട് ചെയ്യുന്നു, 50% റേഷ്യോ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റിൽ. ഓക്കെ, കാൽക്കുലേഷൻ എന്താണ് മനസ്സിലാക്കിയെടുക്കുക, ഫുള്ളി കാൽക്കുലേഷൻ മനസ്സിലാക്കിയെടുക്കുക. സോ നമ്മുടെ സപ്പോർട്ട് ഏതാണ്, 24,080. ഓക്കെ, ഇൻ കേസ് നാളെ ഇത് ബ്രേക്ക് ചെയ്താലും 2 ഡേ ലോ ഏതാണ്, 2 ഡേ ലോ ഞാൻ ഇതിൽ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. 2 ഡേ ലോ ഏതാണ് നമ്മുടെ ഇതാണ്. ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇത് ബ്രേക്ക് ചെയ്താൽ ഓവറോൾ സ്ട്രക്ചർ വീക്കായി, ദാറ്റ് മീൻസ് മാർക്കറ്റ് പിന്നെ ഈ ലോ പിന്നെ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കുക. പിന്നെ ഈ ലോ ഓർ ഈ ലോ ചിലപ്പോൾ ഇവിടെ ഡബിൾ ബോട്ടം ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. റീസൺ പറഞ്ഞു തരാം, എല്ലാത്തിനും റീസൺ മനസ്സിലാക്കി എടുക്കാം. ഞാനിപ്പോൾ ABC ആയിട്ടല്ല ഇത് കൗണ്ട് ചെയ്യണം. ഇത് A, ഓക്കെ, ഇത് B, ഇത് C ആയിട്ടാണ് ഞാൻ കൗണ്ട് ചെയ്യുന്നത്. സിയുടെ അകത്ത് 5 മൂവ്സ് ഉണ്ടാവണമല്ലോ. സിയുടെ അകത്ത് എത്ര മൂവ്സ് ഉണ്ടാവണം, 5 മൂവ്സ്, റൈറ്റ്. 5 നോക്കിക്കോ, 1 ലോജിക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ക്ലിയർ ചെയ്യാം. 1 2 3 4 and 5 എൻഡിൽ എൽ പാറ്റേൺ ഫോം ചെയ്തുകൊണ്ടിരിക്കും. സോ മേ ബി നാളെ ഇവിടെ ഗ്യാപ് ഡൗൺ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ പ്രൈസ് ഐ ഹോപ്പ് സോ ഇവിടെ തീരും. ഐ ഹോപ്പ് സോ മേ ബി ഇവിടെ തീരും ആ ഫോൾ എവിടെയെങ്കിലും. ഓക്കെ, ദെൻ പിന്നെ മുകളിലേക്ക് നമുക്ക് നോക്കാം. 5th പ്ലേ ചെയ്യുക. 5th till 23,260 and 24,400 വരെ നമുക്കത് പ്ലേ ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് സോ ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ ബാക്കി എക്സ്പ്ലനേഷൻ ബാക്കി എല്ലാം എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ അടുത്ത ദിവസം തരാം. മേ ബി 2 ദിവസം കഴിഞ്ഞ് ഞാൻ ബിസി കഴിയുള്ളൂ. ഓക്കെ, സീ നെക്സ്റ്റ്. താങ്ക് യു സോ മച്ച്.